സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തുന്നതിനിടയിലും അമേരിക്ക പ്രകോപനം തുടരുന്നുവെന്ന് ഇറാന്റെ വ്യോമാതിർത്തിയിൽ കടന്ന അമേരിക്കയുടെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടെന്ന അവകാശവാദമുയർത്തി ഇറാനും. ഹോർമുസും തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ തിരിച്ചടി. അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റേതാണ് ഈ അവകാശവാദം. RQ-4 F-35 വിമാനങ്ങൾക്ക് നേരെയും സമാനമായ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ആകാശത്തു നിന്നും ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ യുദ്ധവിമാനങ്ങൾ ഭയന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നുവെന്നാണ് IRGC പറയുന്നത്. ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെയും അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകുക. നിയമപരവും വ്യക്തിപരവുമായ അവകാശം അതിന് തങ്ങൾക്കുണ്ടെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് തൊട്ടുമുമ്പായി തെക്കൻ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി വ്യോമാക്രമണം നടത്തിയെന്നും അമേരിക്കൻ സൈന്യം പറഞ്ഞിരുന്നു. കടലിൽ ലാൻഡ് മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും ഇറാനിൽ ഈ സ്വയം പ്രതിരോധ ആക്രമണം നടത്തിയെന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നത്. സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് പുലർച്ചെ ബന്ദർ അബ്ബാസിലും ഹോർമുസിനടുത്തും മിസൈൽ ലോഞ്ചിംഗ് പാഡുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നതിന് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള രാജ്യത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുകയോ വേണമെന്നാണ് അമേരിക്ക ആവർത്തിച്ചു പറയുന്നത്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും ഇസ്രയേലും ലെബനന് നേർക്ക് ആക്രമണം തുടരുന്നുണ്ട്. ലെബനന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂവെന്നാണ് ഇറാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ലെബനൻ ഇസ്രയേൽ വെടിനിർത്തലിൽ അമേരിക്ക ഒരു കാലത്തും ഇടപെട്ടിട്ടില്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണവും. കിഴക്കൻ ലെബനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 12 പേരായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ അന്ത്യം അടുത്തെന്നും 15 വർഷങ്ങൾക്കകം ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുമെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയും ഇതിനു പിന്നാലെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.